നിയമവീഥി. പ്രിയ ശ്രോതാക്കളെ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിവരുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ദേവികുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശ്രീ വിഷ്ണു ടി ജി ആണ്. നമ്മുടെ കുട്ടികൾ വളരെ ബുദ്ധിശാലികളാണ്. എന്തെങ്കിലും കേസുകളായിട്ട് നമ്മുടെ ഓഫീസിൽ വരുമ്പോഴും അവരുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തുമ്പോൾ അവർക്കൊരു ഞെട്ടലാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും നല്ലൊരു കുട്ടി വേറെ ഇല്ല, അങ്ങനെ ഒരു ഇമേജാണ് അവരുടെ മനസ്സിൽ. അതെന്തുകൊണ്ടാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആഴത്തിലിറങ്ങി പഠിക്കാത്തതും അവരെ അറിയാനുള്ള സമയം കണ്ടെത്താത്തതുകൊണ്ട് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. സർ, ഇത്തരത്തിലുള്ള ബോധവൽക്കരണം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഏതൊക്കെ സംവിധാനങ്ങളിലൂടെയാണ്? ഇപ്പോൾ നമ്മൾ സ്കൂളിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നു, അത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു വേദി കണ്ടെത്തുക? അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ വിമുക്തി, ഇതിന് കീഴിലായിട്ട് ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ, ശ്രദ്ധ, നേർക്കൂട്ടം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് നമ്മുടെ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതുപോലെ ഒരു പരിപാടി, കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിലൊക്കെ പൊതുജനങ്ങളെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ കോളേജുകളിൽ, സ്കൂളുകളിലൊക്കെയുള്ള NSS NCC യൂണിറ്റുകളായിട്ട് നമ്മൾ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഫ്ലാഷ് മോബ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്സ് ഫെസ്റ്റിവൽ പോലെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ചിത്രരചനാ മത്സരം ജസ്റ്റ് ഒരു ഉപദേശം പോലെ നടത്തുന്ന ഒരു പരിപാടിയല്ല ഇത്. കാരണം ഇപ്പോഴത്തെ ഒരു യുവജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഉപദേശം. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരുടെ അടുത്ത് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആനേനെ മനസ്സിൽ വിചാരിക്കരുതെന്ന് പറഞ്ഞാൽ ആനേനെ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക. അതൊരു അതെ ഹ്യൂമൻ സൈക്കോളജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആക്ഷനിലൂടെയാണ് കൂടുതലും ഇത് അവരിലേക്ക് എത്തിക്കുന്നത്. അതിനാണ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മത്സരമോ ക്വിസോ അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് മോബോ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബോധവൽക്കരണം കൊണ്ടുപോകുന്നത്. സർ, മറ്റൊരു ചോദ്യം, 19 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇത്തരത്തിലുള്ള ക്രയവിക്രയങ്ങളിൽ പെട്ടുകഴിഞ്ഞാൽ അവർക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ ശിക്ഷ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ്? അതോ ഇനി ശിക്ഷയില്ലാതെ വേറെ എന്തെങ്കിലും കൗൺസിലിംഗ് പോലുള്ള സംവിധാനങ്ങളാണോ അവർക്ക് കൊടുക്കുക? ഈ പറഞ്ഞ പോലെ 18 വയസ്സിന് താഴെയുള്ളവർ, അത് മൈനർ എന്നാണ് നമ്മൾ പറയാം, അവരെ ഒരിക്കലും നമ്മൾ ഒരു പ്രതി ആയിട്ട് കണക്കാക്കില്ല. അവരെ പ്രതി എന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. നമ്മുടെ നിയമവുമായിട്ട് ഒത്തുപോകാത്ത ഒരു വ്യക്തി ആയിട്ടാണ് ആളെ കണക്കാക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ സാധാരണ മുതിർന്ന പൗരന്മാർക്കുള്ള ശിക്ഷാ നടപടികളല്ല. ഈ പറഞ്ഞ പോലെ തന്നെ അതിനായിട്ടുള്ള കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കറക്ഷണൽ ഫെസിലിറ്റീസ് നമുക്ക് കേരളത്തിൽ ഉടനീളമുണ്ട്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ അയക്കുകയാണ് ചെയ്യാറ് നിയമ നടപടികൾ കഴിഞ്ഞതിന് ശേഷം. ഇവർക്ക് എന്തെങ്കിലും ശിക്ഷാ നടപടികളുണ്ടോ? അതായത് ഗൗരവമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇത്ര മാസം എന്ന് അല്ലെങ്കിൽ ഇത്ര വർഷം എന്ന് പറഞ്ഞിട്ടുള്ള കറക്ഷണൽ ഫെസിലിറ്റീസിൽ അവരെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ജയിലിൽ അടയ്ക്കുക അങ്ങനെയുള്ള ശിക്ഷാ നടപടികളിലേക്ക് പോകത്തില്ല. ഇല്ല. ഇപ്പോൾ ഒരു പരിധി വരെ അത് അവരെ സഹായിക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക്? വീണ്ടും എനിക്ക് ഇത്രയും ശിക്ഷയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ശിക്ഷ കിട്ടത്തില്ല, എന്നെ ഇങ്ങനെ വിടത്തുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണാബോധം അവർക്കുണ്ടാകാറുണ്ടോ? ഇല്ല, നേരെ തിരിച്ചാണ് ഉണ്ടാവാറ്. കാരണം നമ്മൾ അവരെ അത്രയും ബോധവൽക്കരണം നടത്തിയതിന് ശേഷം ആണ് ഇങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കുക. അതായത് ആദ്യം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാരെ വിളിച്ചു വരുത്തി ഇവർക്ക് അവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു ബോധവൽക്കരണം നടത്തും. അതിൽ തന്നെ അവർക്ക് ഒരുപാട്, ഇപ്പോൾ നമ്മുടെ മൂന്നാർ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. ആ കുട്ടിയുടെ ഒന്നും കിട്ടുന്നില്ല, പക്ഷേ ഇതിലേക്ക് പോകാൻ സാഹചര്യമുള്ള ഒരു കുട്ടിയാണ്, 18 വയസ്സിൽ താഴെയുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ അവരുടെ അച്ഛനെയും അമ്മേനെയും വിളിച്ച് കാര്യങ്ങൾ പറയണം. കുട്ടിക്ക് അതൊരു എന്താ പറയുക, ഒരു സെക്കൻഡ് ചാൻസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വഴി കൂടെ നമ്മൾ അതിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും. പിന്നെ സർ, മറ്റൊരു ചോദ്യം, അബ്കാരി കൃത്യങ്ങളെക്കുറിച്ച് പൊതുവായി ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ കൂടുതലും തോട്ടം മേഖലകളാണ്, തോട്ടം തൊഴിലാളികളാണ്, കൂടുതലും ലയങ്ങളും എസ്റ്റേറ്റുകളിലൊക്കെ ആയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അബ്കാരി കുറ്റകൃത്യങ്ങളാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും അറിവില്ലാത്തതുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് പെർമിറ്റൊന്നും ഇല്ലാതെ കൈവശം വയ്ക്കാനാകുന്ന മദ്യത്തിൻ്റെ അളവ്, അതുപോലെ തന്നെ ഇത് കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ബ്യൂറേജിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ ബ്രാൻഡി, വിസ്കി, റമ്മ് മുതലായിട്ടുള്ള, അതായത് പൊതുജനങ്ങൾ ഹോട്ട് എന്ന് പറയുന്ന മദ്യം, IMFL എന്നാണ് പറയുക, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, ഇത് 3 ലിറ്ററാണ് പെർമിറ്റ് ഇല്ലാതെ ഒരു സമയം ഒരാൾക്ക് കൈവശം വയ്ക്കാൻ പറ്റുള്ളൂ, ബില്ലോട് കൂടി. അപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതൊരു എക്സസ് ആയിട്ടുള്ള പൊസഷനാണ്, അതൊരു കേസാണ്. അപ്പോൾ അങ്ങനെ വെക്കണമെങ്കിൽ പെർമിറ്റ് വേണം. അപ്പോൾ അതുപോലെ ബിയർ ആണെങ്കിൽ 3.5 ലിറ്ററാണ് ഇതിൻ്റെ സ്ലാബ്. 3.5 ലിറ്ററിന് മുകളിൽ പെർമിറ്റ് ഇല്ലാതെ കൈവശം വയ്ക്കാൻ പറ്റില്ല. വൈനും അതുപോലെ തന്നെയാണ്. പിന്നെ അബ്കാരിയിൽ നമുക്ക് പറയാനുള്ളത്, കുറേ പേരുടെ ചോദ്യമാണ്, ഈ വൈന് സ്വന്തം ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ നിർമ്മിക്കാൻ പറ്റുമോ? നിയമപ്രകാരം പറ്റില്ല എന്നുള്ളതാണ് ഉത്തരം. അത് അബ്കാരി ചട്ടങ്ങൾക്ക് എതിരാണ്, അനുവദനീയമല്ല. അതെ. ഇതുവരെ നമ്മോട് നിയമവീഥിയിൽ സംസാരിച്ചത് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ വിഷ്ണു ടി ജി. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വരുന്നയാഴ്ചത്തെ നിയമവീഥിയിൽ.